ഏർമാടങ്ങളെല്ലാം ഭയങ്കര വെള്ളം ചോട്ടി എല്ലാം ഉണ്ട്. പൂപ്പലായാലും കല്ലാണ്. നേരെ അവിടെ നിൽക്കങ്ങളെല്ലാം കീഞ്ഞാൽ നേരെ തല അടിച്ചിട്ട് മരിക്കാനുള്ള സാധ്യത 99%. ഹലോ സഹോദരങ്ങളെ, കിടിലൻ റിയാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഞണ്ട് മുങ്ങി പിടിക്കുന്നുണ്ട്. ഞാനും പിടിക്കുന്ന ആളാണ്, പക്ഷെ ഞാൻ ഇത്ര ഡേഞ്ചറുള്ള ഏരിയകളിൽ പോയിട്ടൊന്നും പിടിക്കാറില്ല. ഇതൊക്കെ കടല് ഇപ്പം കുറച്ച് റോങ് ആണ്. അതുമല്ല ഇന്ന് സാൻഡ്ബാഗ്സ്, അതായത് വടകര സാൻഡ്ബാഗ്സ്, ഐത്തല ബീച്ച് എന്നാ പറയാ, സാൻഡ്ബാഗ്സ്, അവിടെ നിന്ന് കല്ലിന്റെ മുകളിൽ കയറി. അതായത് ഞാൻ കാണിച്ചു തരാം. കാണുന്ന ഇതിന്റെ മുകളിൽ നിന്നാണ് എന്താക്കുന്നത്, ഊരി പോകുന്നത്. കാണുന്ന ഇതിന്റെ ഒരു ബ്രൗൺ കളർ ഇതാ കാണുന്നില്ല, പവിപ്പുറ്റ് പോലത്തെ. ഇതിൽ പവിപ്പുറ്റാണ് കാണുന്ന ബ്രൗൺ കളറിലാണ് എന്താക്കുന്നത്, ഊരി പോകും. അവിടെ ഭയങ്കര കട്ടിയായിരിക്കും, ഹാർഡായിരിക്കും. അതിന് മേലോട്ട് കാണുന്ന പച്ച കാണുന്നുണ്ട, അതായത് കാണുന്ന പച്ച പൂപ്പല് എന്താ, പച്ച പൂപ്പല് അതാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും അതാണ് പൂപ്പല്. കണ്ടു കാപ്പി ആ പച്ച കാണുന്നത് പൂപ്പലായിരിക്കും, അതിന്റെ ഇപ്പുറമുള്ളത് ഹാർഡായിരിക്കും. പൂപ്പലായാലും കല്ലാണ്. നേരെ അവിടെ നിൽക്കങ്ങളെല്ലാം കീഞ്ഞാൽ നേരെ തല അടിച്ചിട്ട് മരിക്കാനുള്ള സാധ്യത 99% കൂടുതലാണ്. കാരണം ഒന്നെങ്കിൽ തല അടിച്ചിട്ടോ മറ്റുള്ള എത്രയോ 0.1% എന്താവുക, ഒന്നും പറ്റാണ്ട് ഇതാവുക. 50%, 90% മരണമാണ് തല അടിച്ചു കഴിഞ്ഞാൽ. ബാക്കി 10% എന്താകും, ശരീരമൊക്കെ തളർന്നിട്ട് പുറയിൽ കിടക്കേണ്ടി വരും. അതും വായി ഉണ്ടെങ്കിൽ. ഇതാണ് അവസ്ഥ. ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. കടല് ഇപ്പോ ഇറക്കാണ്, രാവിലത്തെ ഈ ഇറക്കാണ്. അതാണ് ഞങ്ങളെ കല്ലുമുക്കായി കല്ലാണ്. അവിടെ കാണുന്നില്ല 2 ആൾക്കാർ മുങ്ങുന്ന കാണിച്ച കണ്ട, ഒരു ട്യൂബ് പൊന്തിക്കിടക്കുന്ന ഒരു ട്യൂബ്. ആ കല്ലിന്റെ ഈ കാണുന്ന കല്ലിന്റെ തൊട്ടിപ്പുറത്താണ് മുങ്ങിക്കിടക്കുന്നത്. അവിടെ ഞണ്ട് പിടിക്കുന്നുണ്ട്. ഞണ്ട് പിടിക്കുന്ന വീഡിയോ, ഞണ്ട് അവർ കയറിയാൽ ഞാൻ ആ വീഡിയോ എടുത്തു തരും. പക്ഷെ ശ്രദ്ധിക്കുക, സാൻഡ്ബാഗ്സിലെ അപകടമാണ്. ഇന്നലെ അത് മാത്രമല്ല, ഇന്നലെ ഇതേ സ്ഥലത്ത് 2-3 ചെറുപ്പക്കാർ, കാണുന്ന സ്ഥലത്ത് 2-3 ചെറുപ്പക്കാർ നിന്നിട്ട് കടല് നല്ല ലോങ്ങായിട്ട് അടിക്കുക. അവിടെ നിന്നിട്ട് ഭയങ്കര എന്താ പറയാ, ഇങ്ങനെ 2-3 ചെറുപ്പക്കാരോ അവർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിനാണ് പോകുന്നത്. അവരുടെ കുടുംബത്തിന് എന്തായി, അവർ നഷ്ടം വന്നു. സംഭവം കുറച്ച് കേൾക്കുന്ന കടല് കാണാൻ വന്നോ, ശരിയാണ്, നല്ല കാര്യങ്ങളാണ്. അവരോട് ഞങ്ങൾ പറയുന്നുണ്ട്, ഇപ്പം വരേണ്ട സമയമല്ല. നിങ്ങളോട് എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ ആരും കടല് കാണാൻ വരരുത്. ഒരാൾ പോലും വരാൻ പാടില്ല എന്നല്ല, നിങ്ങൾക്ക് കാണാം. ഇതുപോലെയുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട്, കല്ലിന്റെ മുകളിൽ നിന്നിട്ട് ഇതിന്റെ അപ്പുറം ചെയ്യാൻ പാടില്ല. ഇതിന്റെ അപ്പുറം മാത്രമല്ല, ഒരു കണക്കിന് കടല് കാണാൻ വരുന്നവർ കടലിലേക്ക് ചെയ്യാൻ പാടില്ല. അപ്പൊ കാണരുതെന്ന് എന്റെ അഭിപ്രായം. കാരണം ഡേഞ്ചറാണ്. ഒരു മാസം, ഒറ്റ മാസം കഴിഞ്ഞാൽ ഇതിന്റെ ഈ കടലെല്ലായിരിക്കും ഉണ്ടാവുക, നല്ലൊരു കടലായിരിക്കും ഉണ്ടാവുക. ചിങ്ങമാസം, ചിങ്ങത്തിന് കടല് ചിങ്ങമാവണ്ട, അതിനു മുമ്പേ റെഡിയാവും. പക്ഷെ എന്നാൽ കർക്കിടത്തിൽ ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും. ചിങ്ങമാസത്തിന് നല്ല കടലുമായിരിക്കും. അപ്പോ ആ സമയങ്ങളിൽ എന്താക്കുക, നിങ്ങൾക്ക് കടല് കാണാൻ വരാം, എത്ര ആൾക്കാർക്കും വേണം, എവിടെ വേണേ വരാം, ഒരു ഡേഞ്ചർ, ഒരു പ്രശ്നവുമില്ല. പക്ഷെ എന്നാലും കല്ലിന്റെ മുകളിൽ ചിങ്ങമാസത്തിലോ ആയാലും ഏത് മാസമായാലും കല്ലിന്റെ മുകളിൽ കയറുന്നേരം വയറ്റിലുണ്ടാവും, ഊരി പോകും, മരണം വരെ സംഭവിക്കാം. എന്റെ വീഡിയോയിൽ ചിലപ്പോൾ കാണാം കടല് അങ്ങായിരിക്കും, പക്ഷെ അതിപ്പോ ഇവിടെ മാത്രം തന്നെ മുങ്ങിയ മരിക്കുന്ന ആയമുണ്ട്. ഈ കാണുന്ന സ്ഥലത്ത് ഇപ്പോ തന്നെ ഒരു മുങ്ങിയാൽ മരിക്കേണ്ട ആയമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചോണ്ടിരിക്കുക. നമ്മൾ പറയേണ്ടത് പറയാ. ഇന്നൊരു മലപ്പുറത്തുനിന്ന് ഒരു ചെങ്ങായാണ് വടകര വന്ന് മരിക്കുന്നത്. അല്ലാഹു അല, അതായത് മരണത്തിന് സമയങ്ങളില്ല, എന്നാൽ അവര് ഞണ്ട് പിടിച്ചിട്ട് വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അവര് ഞണ്ട് പിടിച്ചു കഴിഞ്ഞിട്ടുള്ള ബാക്കി വീഡിയോസ് കാണാം.
ഞാൻ ഇന്നും പറയുന്നത് എന്നും പറയുന്നത്. ഇന്നലെയുള്ള ചെറുപ്പക്കാർ 4-5 ആൾക്കാർ, അതിൽ 2 ലേഡിയോ 3 ലേഡിയോ 2 6-7 ആൾക്കാരുണ്ട്. പക്ഷെ 3 ആൾക്കാർ കരക്കാണുള്ളത്. പക്ഷെ 3 ലേഡീസും, അതായത് 10-25 വയസ്സിന് താഴെയുള്ള ആൾക്കാർ, 25 വയസ്സാകും, അവരുണ്ട് ഇവിടെ നിൽക്കുന്നത്. പുരുഷന്മാരും ഉണ്ട് അവിടെ നിൽക്കുന്നത്. ഇതെന്ത് വയറ്റി പോയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് അപകടം പറ്റിയ എല്ലാവർക്കും അപകടം പറ്റും. ആരും രക്ഷിക്കാനുണ്ടാവില്ല. ഈ പറയുന്ന കോസ്റ്റൽ പോലീസ് ആരും രക്ഷിക്കാനുണ്ടാവില്ല. ഈ മത്സ്യത്തൊഴിലാളികളും രക്ഷിക്കാനുണ്ടാവില്ല. കാരണം ഇത് ഡേഞ്ചറാണ്. ഞങ്ങൾക്കറിയാം, ഞങ്ങളിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ മരിക്കുന്നുണ്ട്. അപ്പൊ അവരെ രക്ഷിക്കാൻ മാത്രമേ ഞങ്ങൾ കീയില്ലല്ലോ. എന്നാലും ഞങ്ങൾ കീയും, അത് ഞങ്ങളെ കർത്തവ്യമാണ്. എന്നാലും ശ്രദ്ധിക്കുക. മരിച്ചിട്ട് അപകടത്തിൽ പെട്ടിട്ട് രക്ഷിക്കുന്നതോ നല്ലത്, അല്ലെങ്കിൽ അപകടപ്പെടാണ്ട് മാറി നിൽക്കുന്നതോ നല്ലതെന്ന് ചിന്തിക്കുക. ഓക്കെ, കാണാൻ നല്ല മനോഹരമായ ബീച്ചുകളായിരിക്കും. ഇതൊക്കെയല്ല, നമ്മളെ കല്ലിനാടൊക്കെ നല്ല മനോഹരമായ ബീച്ചുകളാണ്. പക്ഷെ അതാണ് അപകടം പറ്റിയാൽ മനോഹരത ഉണ്ടാവില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഉണ്ടോ, അവര് കരക്ക് കയറി വരുന്നുണ്ട്, രണ്ടും പിടിച്ചിട്ട്. ശരിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാം. പക്ഷെ ഇക്കാണത് തരാടിക്കുന്നില്ല. ഇവിടെ ഈ സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല, അവിടെ നിൽക്കാം. കാരണം മണ്ണാണ്, ഇവിടെ കുണ്ടാണ്. അതാണ് അവസ്ഥ, നല്ല അവസ്ഥയാണ്. കാരണം ഇവിടുത്തെ മണ്ണൊക്കെ, താഴേക്കുള്ള മണ്ണൊക്കെ എന്താക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് വലിക്കാം. അവര് നിൽക്കുന്നത് നല്ല രീതിയിൽ നിൽക്കാം. നല്ലോണം ഉണ്ട് തോന്നേ, അറിയില്ല. കാരണം അവിടെ നിൽക്കാൻ പറ്റും, നല്ല സുഖത്തിൽ നിൽക്കാം. കാരണം നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ മുങ്ങിപ്പോ, കല്ലാണത്. ഇത് അവിടെ മണ്ണാ. ഭാഗ്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് ഞണ്ട് പിടിക്കുന്നതാണ്. കാരണം അവിടെ ഞണ്ടുണ്ടാവാൻ സാധ്യത കുറവായിരിക്കും, മണ്ണായതുകൊണ്ട്. കുണ്ടുള്ളിടത്താണ് ഞണ്ട് വന്ന് നിൽക്കുക. ഇല്ല, അവിടെ കിട്ടിയിട്ടില്ല, ഞണ്ട് കിട്ടിയിട്ടില്ല. ചിലപ്പോ അവിടെ ഉണ്ട് ഒരു വലിയൊരു കല്ല്. തിരിച്ച് അങ്ങോട്ട് ആ കല്ല് കാണുന്ന അവിടെയും മുങ്ങും. അവിടെ കുറച്ച് കുണ്ട് കാണുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് കയറും. ഇവിടെ ഏർമാടങ്ങളെല്ലാം കെട്ടിയിട്ട് ഇതാ ഞണ്ട് പിടിക്കാണ്. ഞണ്ട് പിടിച്ചിട്ടുണ്ട്, ഞണ്ടുണ്ട്. അവര് ചിലപ്പോ പുഴമോത്തോട്ടായിരിക്കും കയറുക. കാരണം ഇവിടങ്ങളില് ഊരി വീഴാനും അപകടങ്ങൾ പറ്റാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരങ്ങോട്ടേക്ക് തന്നെ കയറും. ഞങ്ങൾ പറഞ്ഞില്ലേ, ഇതിനിങ്ങോട്ടേക്കാണ് കായം, നടുവിൽ മണ്ണാണ്. അവര് നടക്കുന്നിടത്ത് മണ്ണാണ്. അവിടെ ഗോഡങ്ങള്, ഫൈബറുകളെല്ലാം ഇവിടെ കരക്കാണുള്ളത്. ഇന്ന് മത്സ്യങ്ങള് ജാസ്തിയായിരിക്കും. ലോക വെള്ളം വലുവാ നിസാറൊക്കെ പറയുന്നുണ്ട്. ഞണ്ടുണ്ട്, ഇങ്ങോക്ക് എന്താ. അവിടെ മുങ്ങാനുള്ള സാധ്യത കുറവാണ്. മുങ്ങും, കടിച്ച പോയാണെങ്കിൽ മുങ്ങൂല. എന്താ, ഭയങ്കര ഡേഞ്ചറാണ്, ഒഴുക്കാണ്. ഷർബക്ക് അനുസാരിക്കാണ് അവർക്ക് കയറാൻ പറ്റുന്നില്ല. കാരണം ഒഴുക്ക് കൂടുതലായതുകൊണ്ട്. എന്നാലും ഒരു കല്ല് പിടിച്ചിട്ടാണ്. മഷാവും. ഞണ്ട് കുറവാണ്, ഞണ്ട് കുറവാണ്. കാരണം ഞണ്ട് തിന്നല്ല, മാല് നിറച്ചു ഞണ്ട് കിട്ടേണ്ടതാ. ഞണ്ട് കുറവാണ്.
വലിയ ഞണ്ടല്ലേ? ഞാനത് പറഞ്ഞേ. എങ്ങനെയുണ്ട്? ഭയങ്കര വെള്ളം, ഭയങ്കര വെള്ളം, ചോട്ടി എല്ലാം ഉണ്ട്. പറഞ്ഞേക്ക് ഇറങ്ങണ്ട, പാമ്പ കറക്കല കേട്ടാ. അതെ അതെ, കാക്കാണ്ട് പറഞ്ഞേക്ക്. ഓക്കെ. കാക്കാട് മാത്രം വയ്യ. ഏൽപ്പിച്ചിട്ട് അയച്ചാൽ ഞാൻ ഞണ്ടിന്റെ വലിപ്പം കണ്ടു, നല്ല വലിപ്പമുള്ള ഞണ്ടാ. യൂട്യൂബിൽ ആളെ കിട്ടടാ. അതെ, യൂട്യൂബിലിടാനാ. യൂട്യൂബിലിടാനാ. രണ്ട് ഞണ്ടിനെ പിടിച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്ക്, യൂട്യൂബിലെല്ലാം കാണാം നിങ്ങളാ. സമയം ഇഷ്ടംമാലുണ്ട്. പക്ഷെ തുടക്കം തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പിടിച്ചല്ലോ. ഇതൊക്കെ തുടക്കമാണ്. ഇതാണ് ഞണ്ടിന്റെ വലിപ്പം, വലിയ ഞണ്ടാണ്. 1 കിലോ, ഒരു ഞണ്ടിന് 400 രൂപ. കിലോന് 330, 340 കിലോക്ക് വില ഉണ്ട്. ഇപ്പോഴാണേ ചോമ്പാലി ഈ ചോമ്പ കൊണ്ടില്ലേ വലിപ്പിന് ഞാൻ വിചാരിച്ചേ നിങ്ങളാൾ ഇത്ര നേരം മുങ്ങണ ഞണ്ടുണ്ടാവും. നോക്കുന്നത് ഞണ്ടില്ല.